ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ വീഡിയോ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ്. നമുക്ക് ഒരുപാട് ടെൻഷനുള്ള സമയത്ത്, തലയിൽ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഒന്നും നമ്മുടെ തലയിൽ കയറില്ല. ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് അവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിലുള്ളവർ കാര്യമായി സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ ശ്രദ്ധ അവിടെയൊന്നും ആയിരിക്കില്ല. വേറെ മറ്റു പല കാര്യങ്ങളിലുമായിരിക്കും നമ്മുടെ ശ്രദ്ധ. അവസാനം അവർ നമ്മളെ തട്ടി ഉണർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അവർ ചോദിക്കും, ഇത്ര നേരം ഞാൻ സംസാരിച്ചത് വല്ലതും കേട്ടോ എന്ന് അവർ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. അവർ തട്ടി ഉണർത്തുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ വരിക, നമ്മൾ ഈ നിമിഷത്തിൽ അല്ലായിരുന്നു എന്ന്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലുള്ളത് ശരിക്കും നമ്മുടെ തലയിൽ ഒരു ഭാരം തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു ചെറിയ സംഭവം ഇവിടെ വിവരിക്കാം. ഒരു ഫാമിലിയിൽ രാജേഷ് എന്നൊരു വ്യക്തി രാത്രി ഏകദേശം ഒരു 10 മണിയായി കാണും. അദ്ദേഹം രാത്രി തൻ്റെ ബെഡിൽ കിടക്കുകയാണ്. മുകളിൽ സീലിങ്ങിനെ നോക്കി കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റു പല കാര്യങ്ങളിലുമാണ്, എവിടെയൊക്കെയോ ആണ്. ആ സമയത്ത് തൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ വന്ന്, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, സ്കൂളിൽ നടന്നൊരു കാര്യം പറയാനുണ്ട് എന്ന് വിളിക്കുന്നു. പക്ഷെ രാജേഷിന്റെ ശ്രദ്ധ വേറെ എവിടെയോ ആണ്. കുട്ടി വിളിക്കുന്നുണ്ട് അച്ഛാ എന്ന്, പക്ഷെ രാജേഷ് വേറെ എവിടെയോ ആണ് ചിന്തിക്കുന്നത്. അവസാനം കുട്ടി ഉറക്കെ വിളിച്ചു, അച്ഛാ എന്താ ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് വിളിച്ചപ്പോഴാണ് എന്തോ ഒരു ഓർമ്മയിൽ നിന്ന് വന്ന പോലെ രാജേഷ്, എന്താ മോനെ അപ്പം അച്ഛൻ ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും കേട്ടില്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനൊന്നും കേട്ടില്ല, പറയൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ എവിടെയായിരുന്നു രാജേഷിന്റെ മനസ്സ്? തൻ്റെ മകൻ്റെ കൂടെ നല്ല നല്ല നിമിഷങ്ങൾ ചെലവഴിക്കേണ്ട ഈ ഒരു സമയത്ത് രാജേഷിന്റെ മനസ്സ് മറ്റു പല ചിന്തകളിലായിരുന്നു. ഒരു ദിവസം മുഴുവൻ വളരെ ബിസിയായി ജോലി ചെയ്ത രാജേഷിന് ഇനിയും ജോലി തീരാത്തൊരു ഫീലിംഗ് ആണ്. എന്തൊക്കെയോ മറന്നുപോയൊരു ഫീലിംഗ്. മനസ്സിൽ മുഴുവൻ കൺഫ്യൂഷൻ, പേടി, ആശങ്ക, സ്ട്രെസ്. രാജേഷിന്റെ ഈ ഒരു അവസ്ഥ തുടർന്നു പോയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളെ കൊണ്ട് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ ചില സമയം നമുക്ക് ഭാരമുണ്ടാവും, നമ്മുടെ തലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. 1, 2, 3 ദിവസം നമുക്കത് സഹിക്കുവാൻ സാധിക്കും. ഇത് തുടർന്നു കൊണ്ട് പോയാൽ എവിടേക്കെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്ന് മനസ്സ് പലവട്ടം ചിന്തിക്കും അല്ലേ? നമ്മുടെ തലയിൽ നമുക്കിങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഉറക്കം കിട്ടില്ല, എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. അതുമാത്രമല്ല മറ്റു കാര്യങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ജോലി സമയത്ത് ശ്രദ്ധ ഉണ്ടാവില്ല. വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ക്ഷീണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. ഭാവിയിലെ കാര്യങ്ങളെ ഓർത്ത്, നാളത്തെ പ്രതിസന്ധികളെ ഓർത്ത് ഇന്നത്തെ സമാധാനം നമ്മൾ കളയണമോ? ഇന്നത്തെ ഈ നിമിഷം എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്രത്തോളം നല്ല നല്ല കാര്യങ്ങളാണ് നമ്മുടെ കൈകളിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷേ നമ്മൾ നാളത്തെ കാര്യങ്ങളെ ഓർത്തായിരിക്കും മിക്കവാറും നമ്മൾ ടെൻഷൻ അടിച്ച് ഈ നിമിഷത്തെ നമ്മൾ കളയുന്നത്. ഭാവിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തും ഭയപ്പെട്ടും നമ്മുടെ ചിന്തകൾ അവിടെ തന്നെയുള്ളപ്പോൾ, ശ്രദ്ധ അവിടെ തന്നെയുള്ളപ്പോൾ ഈ ഒരു നിമിഷം, ഈ ഒരു ദിവസത്തെയും ഈ ഒരു നിമിഷത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുകയാണ്. ഈ ഒരു നിമിഷത്തിലാണ് നമുക്ക് സന്തോഷവും അത്ഭുതവും ഉള്ളത്. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഇവിടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ചൈനീസ് ഫിലോസഫറായ ലാവോ ട്സുവിനെ ഒരു രാജാവ് കാണാൻ ചെല്ലുന്നു. രാജാവ് അവിടെ പോയതും അദ്ദേഹം കണ്ട കാഴ്ച, ഒരു പ്രായമുള്ള തോട്ടക്കാരൻ അവിടെയുള്ള ചെടികളെല്ലാം നനയ്ക്കുന്നു. രാജാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ലാവോ ട്സുവിനെ കാണണമെന്ന്. ഉടനെ തോട്ടക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഞാനാണ് ലാവോ ട്സു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്, രാജാവിന് വലിയ അത്ഭുതമായി. കാരണം അത്രയും എളിമയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ശാന്തതയോടും എളിമയോടും കൂടി സംസാരിക്കുന്നു. ഇദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങളാണോ ലാവോ ട്സു? താങ്കളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഇത്രയും ശാന്തതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും അതുപോലെ തന്നെ എളിമയോടുകൂടിയും എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? എനിക്ക് അത്ഭുതമായിരിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് രാജാവ് ലാവോ ട്സുവിനോട് ചോദിച്ചു. ലാവോ ട്സു പറഞ്ഞു, അതിനെന്താ, പറഞ്ഞു തരാമല്ലോ, നാളെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ഇതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ രാജാവ് നേരത്തെ തന്നെ ലാവോ ട്സുവിനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ രാജാവ് ലാവോ ട്സുവിനെ കാണുന്നു. ലാവോ ട്സു ഉടൻ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് രാജാവിനോട് പറഞ്ഞു, ഇവിടെ കാണുന്ന 15 ചെടികൾക്ക്
താങ്കൾ ഈ പാത്രത്തിലെ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിക്കണമെന്ന്. ഓരോ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ചിന്തയും പാടില്ല. ചെടികളിൽ വെള്ളം ഒഴിക്കുന്നത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തകളും കടന്നു വരാൻ പാടില്ല എന്ന് ലാവോത്സു രാജാവിനോട് പറഞ്ഞു. ഇനി അങ്ങനെ ചിന്തകൾ വരികയാണെങ്കിലോ ആദ്യത്തെ ചെടി മുതൽ നിങ്ങൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. രാജാവ് ഇത് വളരെ ഈസി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെടിക്ക് വെള്ളമൊഴിക്കാൻ പോയി. ആദ്യത്തെ ചെടിയിൽ വെള്ളമൊഴിച്ചു. രണ്ടാമത്തെ ചെടിയിൽ വെള്ളമൊഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ കൊട്ടാരത്തിലുള്ള പൂന്തോട്ടത്തെ ഓർമ്മ വന്നു. ചിന്തകൾ വരാൻ പാടില്ല എന്നാണ് ലാവോത്സു പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് രാജാവ് വീണ്ടും ആദ്യത്തെ ചെടി മുതൽ വെള്ളമൊഴിച്ചു. അങ്ങനെ 1, 2, 3 ചെടി നനച്ച് 4ാമത്തെ ചെടി എത്തിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചിന്ത കൂടി വന്നു. കൊട്ടാരത്തിൽ ഒരു അത്യാവശ്യ കാര്യം ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാര്യമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. വീണ്ടും അദ്ദേഹം 1ാമത്തെ ചെടി മുതൽ നനയ്ക്കാൻ തുടങ്ങി. അങ്ങനെ 6ാമത്തെ ചെടി എത്തിയപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു. അതായത് തൻ്റെ അയൽ ശത്രുരാജ്യത്തെക്കുറിച്ച് ഓർമ്മ വന്നു. തൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഓർമ്മ വന്നു. വീണ്ടും അദ്ദേഹം 1ാമത്തെ ചെടി മുതൽ നനയ്ക്കാൻ തുടങ്ങി. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട ലാവോത്സു രാജാവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കാണുന്നു. എന്നിട്ട് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാത്തപ്പോഴാണ് മനസ്സ് ഫ്രീ ആകുന്നത്. ആ സമയത്താണ് മനസ്സിന് ശക്തി ഉണ്ടാകുന്നത്. ഇത് കേട്ട അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു, ഇത് എങ്ങനെ നടക്കും? അപ്പോൾ ലാവോത്സു പറഞ്ഞു, ശ്രദ്ധ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ശ്രദ്ധയെ ഒരു പോയിന്റിൽ, ഒരു സ്ഥലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഏത് കാര്യവും നന്നായി ചെയ്യാൻ സാധിക്കും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസാണ്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ശബ്ദമാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്? എൻ്റെ ശ്വാസം എൻ്റെ ഉള്ളിൽ എന്ത് ഫീലാണ് ഉണ്ടാക്കുന്നത്? എന്ത് ഇമോഷൻസാണ് ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? മൈൻഡ്ഫുൾനെസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രൗണ്ടിങ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ നിലമുറപ്പിക്കുന്നു. ഇനി നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരും. മനസ്സല്ലേ, എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും വീണ്ടും വീണ്ടും സംശയങ്ങൾ വരാം. ഉദാഹരണത്തിന്, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? എനിക്കത് കിട്ടിയില്ലെങ്കിലോ? ഇനിയിപ്പോൾ നാളത്തെ കാര്യം അതെന്താകുമോ ഏതോ? ഒരു പക്ഷേ, വാട്ട് ഇഫ്, ഒരു പക്ഷേ, ആ ഒരു ചോദ്യമായിരിക്കും, ആ ഒരു സംശയമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആ ഒരു നെഗറ്റീവ്, ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചാലോ, ഒരു പക്ഷേ അങ്ങനെ നടന്നാലോ എന്നുള്ള ആ ഒരു തോട്ട്, ആ ഒരു ചിന്ത, ഈ ഒരു നെഗറ്റീവ് ചുഴലിയിൽ പെട്ട് നമ്മുടെ സമയം എത്രത്തോളം നഷ്ടമാകുന്നു എന്ന് നമുക്ക് പോലും അറിയില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ തന്നെ ഷോക്കായി പോകും. കാരണം അത്രമാത്രം ചിന്തകളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു വന്നിട്ടുണ്ടാവുക. ഒരുപാട് സമയം നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ടുണ്ടാവും. എത്ര എനർജിയാണ് അതിലൂടെ നമുക്ക് നഷ്ടമാവുന്നത്, എത്ര ടെൻഷനാണ് നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ നാളത്തെ പ്രതിസന്ധികളെ ഓർത്ത് ഇന്നത്തെ നമ്മുടെ സമാധാനവും സന്തോഷവും നമ്മൾ നഷ്ടപ്പെടുത്തണോ? മൈൻഡ്ഫുൾനെസ് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നും കൂടെ നമുക്ക് ഒരു കഥയിലൂടെ പോവാം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇങ്ങനെ റോഡിൽ നടന്നു പോകുന്നതായി നമുക്കൊന്ന് സങ്കല്പിക്കാം. ഒരു കൂട്ടം ആളുകൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കല്ല് തലയിൽ ചുമന്നു നടക്കുന്നത്? ആ വ്യക്തി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ശരിയാണല്ലോ, ഞാൻ എന്തിനാണ് ഇത് തലയിൽ വെച്ചിരിക്കുന്നത്? ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ തലയിലുള്ള കല്ലിനെ താഴെ ഇറക്കി വെച്ചു. കുറച്ച് ദൂരം വീണ്ടും അദ്ദേഹം പോയി. ആ സമയത്ത് കുറച്ച് ആളുകൾ ചോദിച്ചു, ഹേ, എന്തിനാ നിങ്ങളുടെ തോളിൽ ഇതൊക്കെ ഏറ്റി നടക്കുന്നത്? അപ്പോഴും ആ വ്യക്തി തോളിലുള്ള ആ ഭാരമുള്ള സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു. പിന്നെയും അദ്ദേഹം നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ കുറച്ച് കുട്ടികൾ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, എന്തിനാണ് ഇതെല്ലാം വലിച്ചു നടക്കുന്നത് എന്ന്. അപ്പോൾ അയാൾ അവരോട് പറഞ്ഞു, ഒരാവശ്യവുമില്ല, വെറുതെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് എല്ലാം എടുത്ത് അദ്ദേഹം കളഞ്ഞു. അങ്ങനെ തന്റെ ഭാരത്തെ എല്ലാം ഇറക്കി വെച്ചപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു. സമാധാനം. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ രാജേഷിന്റെ കഥ പറഞ്ഞില്ലേ, അതും ഇതുപോലെ തന്നെയാണ്. ഒരാവശ്യവുമില്ലാതെ തലയിൽ ഒരുപാട് ഭാരങ്ങൾ ഏറ്റു നടന്ന് മൊത്തത്തിൽ ഒരു ടെൻഷൻ. ഇത് തന്നെയാണ് അദ്ദേഹത്തിനും സംഭവിച്ചത്. ഒരു പ്രയോജനവുമില്ലാത്ത ഭാരമാണ് രാജേഷ് ഏറ്റു നടക്കുന്നതെന്ന് രാജേഷിന് അറിയുന്നില്ല. ഇതുപോലെ എത്രയോ വ്യക്തികൾ നമ്മുടെ ഇടയിലുമുണ്ട്. ചിലപ്പോൾ അതിലൊരാൾ നമ്മളും ആവാം. മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു ഗ്രൗണ്ടിങ് എഫക്റ്റ്
ഞാൻ ഈ നിമിഷത്തിലാണ് എന്ന ആ ഒരു ചിന്ത നമുക്കുള്ള സമയത്ത് നമ്മൾ അറിയാതെ ചുമക്കുന്ന ഈ ഭാരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് പാസ്റ്റത്തെയോ ഫ്യൂച്ചറത്തെയോ ചിന്തകൾ വരാതിരിക്കുമോ, അതെങ്ങനെ സാധിക്കും എന്ന ഒരു ചോദ്യം വന്നേക്കാം. യെസ്, ഉറപ്പായും വരും. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ചിന്തകൾ വരുന്നത് അത് നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ തന്നെ ചിന്തകളെ ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ നോട്ട് ചെയ്ത് അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ജേണലിൽ അത് എഴുതുക. ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ കുറിച്ചെല്ലാം നിങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമുക്ക് വരുന്ന ചിന്തകൾ ഇങ്ങനെ ആവാം: അന്ന് ഇങ്ങനെ നടക്കണ്ടാമായിരുന്നു, ഇനി നാളെ ആ കാര്യം എന്തൊക്കെയാകുമോ, നാളെ ഇനി ആ ഇഷ്യൂ ഉണ്ടാകുമോ, ആ ഒരു പ്രശ്നം ഉണ്ടാകുമോ, ഇന്നലെ ഞാനത് ചെയ്യാൻ മറന്നു പോയല്ലോ. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ റെക്കോർഡൊന്ന് കേട്ടു നോക്കുക. അല്ലെങ്കിൽ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതെടുത്തൊന്ന് വായിച്ചു നോക്കുക. ആ ചിന്തകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചിട്ടുള്ള, കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കും. ഇത് തന്നെയാണ് ഒരു ദിവസത്തിൽ കൂടുതൽ സമയവും നമുക്ക് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാം. കണ്ണടച്ചിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത്. 20 സെക്കൻഡ് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കാം. ക്ലോസ് യുവർ ഐസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ടൈം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നു കാണും. ചിലപ്പോൾ ചുറ്റിലുമുള്ള ശബ്ദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ പ്രാക്ടീസിൽ ഉള്ളത് എന്ന ചിന്തയായിരിക്കാം. ഓക്കെ, ഈ ചിന്ത ഇപ്പോൾ തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാക്ടീസ് ചെയ്യാം. ഷിഫ്റ്റിംഗ് ഫ്രം ആൻസൈറ്റി ടു റിയാലിറ്റി. അതായത് ആശങ്കയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് പ്രാക്ടീസ്. ഒരു ഉദാഹരണത്തിലൂടെ ഈ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ പലപ്പോഴും ഈ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയാലോ, എന്തു ചെയ്യും, തോറ്റുപോയാലോ എന്തു ചെയ്യും എന്നിങ്ങനെയുള്ള ചിന്തകളായിരിക്കും. ഈ സമയത്ത് ഈ ഷിഫ്റ്റിംഗ് ടെക്നിക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ, യാഥാർത്ഥ്യം എന്താണ്? ആൻസൈറ്റി നമ്മുടെ ഈ ഒരു ഭയം, പരീക്ഷയിൽ ഞാൻ തോറ്റുപോയാലോ എന്നുള്ള ഭയം. ഇനി യാഥാർത്ഥ്യം എന്താണ്? സത്യം എന്താണ്? എക്സാമിന് ഇനി ഇത്ര സമയം ബാക്കിയുണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം. നമ്മുടെ ബെസ്റ്റ് നമുക്ക് എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് ചെയ്യാം. നമ്മുടെ ബെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. എത്ര സമയമുണ്ടോ അത്ര സമയത്തിനുള്ളിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്, എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഞാൻ പഠിച്ച് എൻ്റെ ബെസ്റ്റ് ചെയ്യുമെന്ന് നമുക്കുള്ളിൽ തന്നെ നമുക്കൊരു ഉറപ്പ് വരുത്തിക്കാം. അതായത് ആ ഒരു ടെൻഷനിൽ തന്നെ നിന്നു പോകാതെ, ഞാൻ പരീക്ഷയിൽ തോറ്റുപോകുമോ എന്ന ആ ഒരു ടെൻഷനിൽ തന്നെ നിന്നു പോകാതെ ആ സമയത്താണ് നമ്മൾ സത്യം എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിച്ച് ആ ഒരു ഇമോഷനെ നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യണം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ, വല്ല ആപത്തും ഉണ്ടായാലോ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഉടൻ നമ്മുടെ മനസ്സിനോട് നമുക്ക് പറയാം, എന്താണ് യഥാർത്ഥത്തിൽ സത്യം? എൻ്റെ വേണ്ടപ്പെട്ടവർ, എൻ്റെ കുടുംബം സേഫാണ്. പിന്നെ വറിയിങ്, ആവശ്യമില്ലാത്ത ആശങ്ക, അതൊന്നിനെയും മാറ്റാൻ പോകുന്നില്ല. പക്ഷെ വേണ്ട മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഏതൊരു ആൻസൈറ്റി ഫീലിങ്സിനെയും ആശങ്കകളെയും ഭയങ്ങളെയും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്നുകൂടി നമ്മുടെ മൈൻഡിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുന്നു. 20 സെക്കൻഡ് പ്രാക്ടീസ്. ഞാൻ പറയുന്ന സമയത്ത് കണ്ണടച്ചാൽ മതി. ഈ പ്രാവശ്യം നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന്റെ ഗ്രൗണ്ടിങ് വേർഡ്സിനെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കൂ. ഞാനിപ്പോൾ ഈ നിമിഷത്തിലാണ്. ശ്രദ്ധയുടെ ശക്തിയും ഇമ്പോർട്ടൻസും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം ഒരു വിഷയത്തെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ആകാശത്തിലെ മേഘങ്ങളെ താഴെ നിന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ചിന്തകളെ മാറി നിന്ന് ശ്രദ്ധിക്കാം. അടുത്ത നമ്മുടെ 20 സെക്കൻഡ് പ്രാക്ടീസിൽ ചിന്തകൾ വരുമ്പോൾ അതിനോട് നമ്മൾ സംസാരിക്കേണ്ട, അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട. ആ ചിന്തയുടെ പിന്നിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുകയും ചെയ്യരുത്. അതായത്
ഏത് ചിന്തയാണോ നിങ്ങൾക്ക് വരുന്നത് ആ ചിന്തയുടെ പുറകെ നിങ്ങൾ പോകരുത്. ആ ചിന്ത പോകട്ടെ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ഏത് ചിന്തയാണ് വരുന്നത്, ഒരു പാസിംഗ് ക്ലൗഡ് പോലെ അത് നിങ്ങളെ കടന്നു പോകട്ടെ. നിവർന്ന് നട്ടെല്ല് സ്ട്രെയിറ്റ് ആയി വയ്ക്കുക. ശ്രദ്ധയുടെ പ്രധാന ഭാഗമാണിത്. ഇനി നമുക്ക് വീണ്ടും 20 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്യാം. ക്ലോസ് യുവർ ഐസ്. ഓപ്പൺ യുവർ ഐസ്. ഇനി കണ്ണുകൾ തുറക്കാം. ഇനി ആദ്യം നിങ്ങൾ 20 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്തപ്പോഴാണോ ചിന്തകൾ കൂടുതലായി ഉണ്ടായിരുന്നത്, അതോ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോഴാണോ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടായിരുന്നത്? ആദ്യം ചെയ്തപ്പോഴായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തകളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ കാണാതെ പോകുന്നു. നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമാകാതെ മാഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുമ്പോൾ അവയ്ക്ക് ബലമില്ലാതെയാകുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ശ്രദ്ധ എന്നുള്ളത് സൂര്യൻ്റെ കിരണങ്ങൾ പോലെയാണ്, വെളിച്ചമാണ്. അതായത് ഒരു ഇരുട്ട് മുറിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, അവയർനെസ് ഉണ്ടാവില്ല. ആ മുറിയിൽ എന്താണ് ഉള്ളത്, നമുക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അവിടെ ശ്രദ്ധ എന്ന വെളിച്ചം ആ മനസ്സിൻ്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ചിന്തകളില്ലാതെയാകുന്നു, കൺഫ്യൂഷൻസ് ഇല്ലാതെയാകുന്നു, ഭയമില്ലാതെയാകുന്നു, നമ്മുടെ മനസ്സ് ക്ലിയർ ആകുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പ്രാക്ടീസുകളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യൂ. ഉറപ്പായും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കും. അത് വായിക്കുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമാണ്. അത് വായിക്കുന്ന മറ്റു പലർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. മനസ്സിൽ ഭാരമില്ലാതെ ജീവിക്കുക എന്നത് ശരിക്കും ഒരു വലിയ വരദാനമാണ്. നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ, ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കും. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.